വളരെ രുചികരമായിട്ടുള്ളൊരു വെറൈറ്റി മുട്ട ഓംലെറ്റ് നമുക്ക് തയ്യാറാക്കാം. അതിനുവേണ്ടി 4 കോഴിമുട്ട ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്യുക. ഇതിലേക്ക് നമുക്ക് ഒരു 1.5 പിടി തേങ്ങ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 1.5 പിടി മുരിങ്ങയിലയും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇതൊന്ന് കലക്കിയെടുക്കാം. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ ചൂടാകുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത മുട്ട ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നിരത്തി കൊടുക്കുക. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് 1 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് തുറക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ടൊമാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്തത് അത് നമുക്ക് ഇതിലേക്ക് ഒന്ന് നിരത്തി കൊടുക്കാം. അതിനുശേഷം അടച്ച് വെച്ചിട്ട് 30 സെക്കൻഡ് കഴിഞ്ഞിട്ട് വീണ്ടും ഇതൊന്ന് തുറന്നിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും 1 മിനിറ്റ് നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിരിക്കാം. അതിനുശേഷം അടപ്പ് തുറന്നിട്ട് നമുക്ക് ഒരു പ്ലേറ്റ് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് പാനൊന്ന് കമഴ്ത്തി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു വെറൈറ്റി മുട്ട ഓംലെറ്റാണ് ഇത്. ചൂട് ചോറിനോടൊപ്പം മാത്രമല്ല വൈകുന്നേരത്തെ ചായക്കടിയുടെയൊക്കെ നമുക്ക് സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട ഓംലെറ്റാണ്. അപ്പോൾ മുരിങ്ങയിലേക്ക് ചേർത്തിരിക്കുന്നതുകൊണ്ട് വളരെ ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂട്ടാക്കാനും മറക്കരുതേ.